ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്ന വ്യത്യസ്ത മാർഗങ്ങൾ ഏതെല്ലാം? വേയ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ഓഫ് എർലി ഹ്യൂമൻ ബീയിങ്സ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ചോദ്യം കേട്ടധികം ആരും വായിക്കണ്ട. ആദിമ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് അവരെങ്ങനെ ജീവിച്ചിരുന്നത്, എന്താണ് അവർക്ക് ഭക്ഷണമായിട്ട് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം നമ്മൾ വിശപ്പകറ്റല്ലേ. അപ്പോൾ വിശപ്പകറ്റാൻ അവർ ചെയ്തിരുന്ന വ്യത്യസ്ത വഴികൾ എന്തെല്ലാം, അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം. 4 വഴികളാണ് പ്രധാനം. കൃഷി അവർ തുടങ്ങിയിട്ടില്ല. അപ്പോൾ 4 വഴികളാണുള്ളത്. 1, ഭക്ഷണം ശേഖരിക്കുക, ദാറ്റ് ഈസ് ഗ്യാതറിങ്. 2, ഹണ്ടിങ്. 3, ഹണ്ടിങ് മീൻസ് നായാടുക, വേട്ടയാടുക. 3, സ്കാവേജിങ്. സ്കാവേജിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചത്ത ജന്തുക്കളുടെ മാംസം കഴിക്കുക. ചത്ത ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ വേട്ടയാടിയിട്ട് പോയ ജന്തുക്കളുടെ മാംസം കഴിക്കുക. ദെൻ 4, ഫിഷിങ്. ഇങ്ങനെ 4 രീതിയിലാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അതായത് കായ്കനികളും മറ്റൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ശേഖരിച്ച് ഭക്ഷണം കണ്ടെത്തുക. മറ്റൊന്ന് ഹണ്ടിങ്, നായാടിയിട്ട്. മറ്റൊന്ന് ചത്ത അല്ലെങ്കിൽ മറ്റ് ജന്തുക്കൾ ആക്രമിച്ചിട്ട് കൊന്ന ജന്തുക്കളുടെ മാംസം കഴിക്കുക. ദെൻ ഫിഷിങ്, മീൻ പിടിക്കുക. ഇനി ഇതിനെ ഓരോന്നിനെയും പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ രീതി, ഭക്ഷണം കണ്ടെത്തിയുന്ന ഒരു രീതിയാണ് ഗ്യാതറിങ് അല്ലെങ്കിൽ ഭക്ഷണം ശേഖരിക്കുക എന്ന് പറഞ്ഞു. ഫുഡ് ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വസ്തുക്കളാണ് ഇവർ ശേഖരിച്ചിരുന്നത്? സസ്യോൽപ്പന്നങ്ങളായ വിത്തുകൾ, അണ്ടിപ്പരിപ്പുകൾ, കായ്കനികൾ, കിഴങ്ങുകൾ എന്നിവയാണ് അവർ ശേഖരിച്ചത്. ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ. പക്ഷേ ഇത്തരം വസ്തുക്കളാണ് ഇവർ ശേഖരിച്ചിട്ടാണ് അത് തിന്നാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് തെളിയിക്കാനുള്ള ഫോസിലുകളുടെ സപ്പോർട്ടൊന്നും നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടില്ല. കാരണം ഈ ധാന്യങ്ങളുടെയൊക്കെ സസ്യോൽപ്പന്നങ്ങളുടെയൊക്കെ ഫോസിലുകൾ നമുക്ക് കാലങ്ങളോളം പഴകാതെ കിടക്കെങ്കിലും അത് വ്യക്തമായി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നാലും ഇതൊരു അനുമാനമാണ്. ആദ്യകാല മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്ന ഒരു വഴി എന്തുതന്നെയായിരിക്കും? ഗ്യാതറിങ് തന്നെയായിരിക്കും. എന്തൊക്കെയാണ് ഗ്യാദർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശേഖരിച്ചിരുന്നത്? സസ്യോൽപ്പന്നങ്ങളായ വിത്തുകൾ, അണ്ടിപ്പരിപ്പ്, കായ്കനികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് ശേഖരിച്ച് ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കായ്കനികൾ ഭക്ഷിച്ച് അരുവിയിലെ വെള്ളം കുടിച്ച് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു രീതി നായാട്ടാണ് പറഞ്ഞത്. പക്ഷേ നായാട്ടിനേക്കാളും മുമ്പേ, ഹണ്ടിങ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുന്നത്. നായാട്ടിന് മുമ്പേ മനുഷ്യൻ മൃഗങ്ങളുടെ മാംസം കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാവേജിങ്ങിലൂടെയാണ്. അപ്പോൾ ഞാൻ മൂന്നാമതായിട്ടാണ് ഹണ്ടിങ് പറഞ്ഞുള്ളൂ. രണ്ടാമതായിട്ട് എന്താണ് പറയുന്നത്? സ്കാവേജിങ്. ചത്ത ജന്തുക്കൾ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ വേട്ടയാടിയിട്ട് പോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയും തിന്നിട്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒപ്പീനിയൻ. അതായത് ഹിംസ്ര ജന്തുക്കൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയും എല്ലാം എർലി ഹ്യൂമൻ ബീയിങ് ഭക്ഷണത്തിന് ഉപയോഗിച്ചു. ഇതിന് പുറമെ സസ്തന ജീവികളായ എലി, അണ്ണാൻ തുടങ്ങിയ ജീവികൾ, പിന്നെ അനിമൽസ്, അതായത് ബേഡ്സിൻ്റെ മുട്ട, അല്ലെങ്കിൽ ഇപ്പോൾ കോഴി ഏറണ മാതിരി പല പക്ഷികളുടെയും മുട്ടകളും അവരുടെ മാംസവും തിന്നു. ദെൻ ഇഴജന്തുക്കൾ, ചിതൽ, കീടങ്ങൾ, ഇത്തരം വസ്തുക്കളൊക്കെ തിന്നിരുന്നു. ഇത് ഇങ്ങനെ തിന്നിരുന്നു പറയാൻ കാരണം ആദിമ ഹോമിനിഡുകൾ ഈ ചിതലും ഇഴജന്തുക്കളും പക്ഷികളെയും എലി, അണ്ണാനെയൊക്കെ തിന്നിരുന്നു എന്നുള്ളതിന് തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആദിമ മനുഷ്യൻ ഭക്ഷിച്ചിരുന്ന മറ്റൊന്നാണ് ഇത്തരം ജീവികളെയും ചെറിയ ജീവികളെയും അതേമാതിരി മറ്റുള്ളവർ കൊന്നിട്ട് പോയ അല്ലെങ്കിൽ ആക്രമിച്ചിട്ട് പോയ ജന്തുക്കളുടെ മാംസവും മജ്ജയൊക്കെ തിന്നിട്ടാണ്. അതിനാണ് സ്കാവേജിങ് എന്ന് പറയുക. അപ്പോൾ രണ്ടാമത്തെ രീതി പറഞ്ഞു. ഇനി മൂന്നാമത്തത് ഹണ്ടിങ് അല്ലെങ്കിൽ നായാട്ട്. മനുഷ്യൻ നായാട്ട് ആരംഭിച്ചത് കുറേ വൈകിട്ടാണ്. ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മനുഷ്യൻ വേട്ടയാടാൻ തുടങ്ങിയത്. ആദ്യമായി മനുഷ്യൻ വേട്ടയാടിയതിൻ്റെ തെളിവ് കിട്ടിയിട്ടുള്ളത് 2 സൈറ്റിൽ നിന്നാണ് പ്രധാനമായും. ഒന്ന് തെക്കേ ഇംഗ്ലണ്ടിലെ ബോസ്ഗ്രോവിൽ നിന്നും മറ്റൊന്ന് ജർമ്മനിയിലെ ഷോൻജെനിൽ നിന്നുമാണ് നമുക്ക് ആദ്യമായി വേട്ടയാടിയതിൻ്റെ തെളിവ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേട്ടയാടലിൽ പ്ലാൻഡ് ഹണ്ടിങ് അല്ലെങ്കിൽ ആസൂത്രിതമായ വേട്ടയാടൽ ആരംഭിച്ചിട്ട് വെറും 35,000 വർഷം മാത്രമേ ഉള്ളൂ. 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വേട്ടയാടൽ തുടങ്ങിയതെങ്കിലും വെറും 35,000 വർഷങ്ങൾക്ക് മുമ്പെയാണ്
ഏതെങ്കിലും ജന്തുക്കളെ പിന്നാലെ ഓടി ആക്രമിച്ചും കിട്ടിയില്ലെങ്കിൽ അന്നത്തെ കായികനികൾ ഭക്ഷിച്ച് ജീവിക്കും എന്നല്ലാതെ പ്ലാൻ ചെയ്ത് ഹണ്ടിങ് ആരംഭിച്ചിട്ട് വെറും 35,000 വർഷമേ ആയിട്ടുള്ളൂ. എന്താ ഈ പ്ലാൻ ചെയ്തിട്ട് ഹണ്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ കെണിയൊരുക്കി മൃഗങ്ങളെ കാത്തിരുന്ന് പിടിക്കുക. അതായത് അവയുടെ സ്വഭാവ രീതി, അവരുടെ ദേശാന്തര ഗമനം, ശരത് വസന്തകാലങ്ങളിൽ അവർ പറ്റം ചേർന്ന് നടക്കാറുണ്ടോ, നദി മുറിച്ച് കിടക്കുമ്പോഴാണ് അവിടെ ആക്രമിച്ച് കീഴടക്കാൻ സുഖം, ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് ഹണ്ടിങ് ആരംഭിച്ചിട്ട് വെറും 35,000 വർഷമായിട്ടുള്ളൂ. സോ 3 രീതികൾ ആദ്യകാല മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്ന 3 രീതികൾ പറഞ്ഞു. ഒന്ന്, ഭക്ഷ്യ ശേഖരണം, ദാറ്റ് ഈസ് ഫുഡ് ഗ്യാതറിങ്, എന്തൊക്കെയാണ് ഗ്യാദർ ചെയ്തിരുന്നത് പറഞ്ഞു. 2, സ്കാവേജിങ്, മറ്റ് ജന്തുക്കൾ ആക്രമിച്ചിട്ടതോ ചത്തതോ ആയ ജന്തുക്കളുടെ മാംസവും പിന്നെ ചിതലും മണ്ണാനും ഒക്കെ തിന്നൽ. അതിനുള്ള തെളിവ് ഹോമിനിഡുകൾ. ദെൻ ഹണ്ടിങ് വളരെ വൈകിട്ട് തുടങ്ങിയ സാധനമാണ്. ഹണ്ടിങ്ങിൻ്റെ തെളിവ് കിട്ടിയ 2 സൈറ്റുകളുടെ പേര് പറഞ്ഞു. പക്ഷേ പ്ലാന്റ് ഹണ്ടിങ് തുടങ്ങിയിട്ട് വെറും 35,000 വർഷമേ ആയിട്ടുള്ളൂ. പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുക്കൾ ഏത് കാലഘട്ടത്തിൽ ഏത് കാലാവസ്ഥയിലൊക്കെയാണ് ഒറ്റയ്ക്ക് നടക്കാറുള്ളത്, ഏത് കാലഘട്ടത്തിലാണ് ഈ ഏരിയയിലേക്ക് വരാറുള്ളത്, അതിനെങ്ങനെയാണ് ഏത് ഭാഗത്ത് നിന്ന് ആക്രമിച്ചാലാണ് പെട്ടെന്ന് പിടിക്കാൻ പറ്റുക, ഇത്തരത്തിലുള്ള പ്ലാനിങ് ചെയ്തിട്ടുള്ള ഹണ്ടിങ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലം, ദാറ്റ് ഈസ് 35,000 വർഷം പഴക്കേ ഉള്ളൂ. ഇങ്ങനെ 3 രീതികൾ ഏർലി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫുഡ് ഒബ്റ്റെയിനിങ്ങിനുള്ള വേ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് 4ാമത്തെ വഴി, ദാറ്റ് ഈസ് ഫിഷിങ്. ആദിമ മനുഷ്യൻ ഭക്ഷണം കണ്ടെത്തുന്നിരുന്ന മറ്റൊരു വഴിയാണ് ഫിഷിങ്, അതായത് മീൻ പിടിക്കൽ. പല സൈറ്റുകളിൽ നിന്നും ഇതിനുള്ള തെളിവും കിട്ടിയിട്ടുണ്ട്. സോ 4 പ്രധാനമായ വേസിലൂടെയായിരുന്നു അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. ഒന്ന്, ഗ്യാതറിങ് അല്ലെങ്കിൽ ഭക്ഷ്യശേഖരണം. ഏതൊക്കെയാണ്? സസ്യോൽപ്പന്നങ്ങളായ വിത്തുകൾ, അണ്ടിപ്പരിപ്പ്, കായ്കനികൾ, കിഴങ്ങുകൾ. അടുത്തത് സ്കാവേജിങ് അല്ലെങ്കിൽ ചത്ത മൃഗങ്ങളുടെ ഭക്ഷണം അല്ലെങ്കിൽ മറ്റേ മൃഗങ്ങൾ ആക്രമിച്ചിട്ട് പോയ ജന്തുക്കളുടെ മാംസവും മജ്ജയും കഴിക്കുക. 3, ഹണ്ടിങ്. 4, ഫിഷിങ്. കൃഷി പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഏർലി ഹ്യൂമൻ ബീയിങ്ങിന് കൃഷി അറിയില്ലായിരുന്നു എന്നാണ് നമ്മൾ കിട്ടിയ തെളിവുകളിൽ നിന്ന് വെച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഭക്ഷ്യശേഖരണത്തിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് പുരുഷന്മാർ നായാടാൻ പോവുകയാണെങ്കിൽ സ്ത്രീകൾ ഭക്ഷ്യ ശേഖരണം അല്ലെങ്കിൽ ഹണ്ടിങ്ങിനൊക്കെ പോയിരുന്നത് ആരാണ്? പുരുഷന്മാരാണ്. പക്ഷേ ഭക്ഷ്യശേഖരണം, കായ്കനികളൊക്കെ മറ്റൊക്കെ ശേഖരിക്കാൻ പോയിരുന്ന ആരാണ്? സ്ത്രീകൾ. ഇത്തരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം അന്ന് തന്നെ ഏർലി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ തൊഴിലുകൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം സ്കില്ല് ആവശ്യമുള്ളതാണ് എന്നുകൊണ്ടായിരിക്കാം. എന്തായാലും ആദിമ മനുഷ്യർക്കിടയിൽ ഇങ്ങനത്തെ ഒരു ലിംഗാടിസ്ഥാനത്തിൽ എന്തുണ്ടായിരുന്നു? സ്ത്രീകൾ ഇന്ന ജോലി ചെയ്യുക, പുരുഷന്മാർ ഇന്ന ജോലി ചെയ്യുക എന്നുള്ളത് തരംതിരിവുണ്ടായിരുന്നു. അതിൽ പുരുഷന്മാരെന്തായിരുന്നു ചെയ്തിരുന്നത്? ഹണ്ടിങ്. സ്ത്രീകൾ നമ്മളെ ഭക്ഷ്യശേഖരണം അല്ലെങ്കിൽ ഫുഡ് ഗ്യാതറിങ്ങിനാണ് പോയിരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഏർലി മെൻസിൻ്റെ വേയ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.